ഓം ശാന്തി. നാലു ഭാഗത്തു നിന്നും ബുദ്ധിയോഗം വേർപെടുത്തി ഞാൻ സ്വയം തന്നെ കാണുന്നു. ഞാൻ ഈ ശരീരമല്ല, ഒരു നിരാകാരി ജ്യോതിബിന്ദു ആത്മാവാണ്. ഞാൻ ആത്മാ മസ്തക മധ്യത്തിൽ ഒരു നക്ഷത്രം പോലെ തിളങ്ങുന്നു. ഞാൻ ആത്മാവിൽ 84 ജന്മങ്ങളുടെ പാർട്ടടങ്ങിയിട്ടുണ്ട്. എന്നിൽ നല്ലതും ചീത്തയുമായ സംസ്കാരങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഞാൻ ആത്മാ അവിനാശിയാണ്. ഞാൻ സ്വയത്തെ അറിഞ്ഞിരിക്കുന്നു. ഞാനൊരു ജ്യോതിബിന്ദു ആത്മാവാണ്. എൻ്റെ ഒറിജിനൽ സംസ്കാരം പവിത്രതയും ശാന്തിയുമാണ്. സ്വയം പരമാത്മാ ശിവബാബ എനിക്ക് സ്വയത്തിൻ്റെ തിരിച്ചറിവ് നൽകിയിരിക്കുന്നു. എൻ്റെ സത്യസ്വരൂപം ഞാൻ അനുഭവം ചെയ്യുന്നു. ഞാൻ ഒരു ജ്യോതിബിന്ദു ആത്മാവാണ്. എൻ്റെ പിതാ നിരാകാർ ജ്യോതിബിന്ദു ശിവ പരമാത്മാവാണ്. ശിവബാബ എൻ്റെ ഗോഡ് ഫാദറാണ്, ആത്മിക പിതാവാണ്. എൻ്റെ പാരലൗകിക ശിവബാബ നിരാകാരിയാണ്, സർവശക്തിവാനുമാണ്, സദാ പാവനനാണ്. ബാബ ജ്ഞാനസാഗരമാണ്, സുഖസാഗരമാണ്, സർവഗുണങ്ങളുടെയും സാഗരമാണ്. കൽപ്പത്തിൽ സംഗമയുഗത്തിൽ ശിവബാബയുടെ ദിവ്യ അവതരണമുണ്ടാകുന്നു. ഞാൻ ആത്മാവിനെ പാവനമാക്കുന്നു. ഞാനിപ്പോൾ എൻ്റെ പിതാവിനെ തിരിച്ചറിഞ്ഞു. എൻ്റെ ബുദ്ധിരൂപി ദിവ്യനേത്രത്തിലൂടെ പരമധാമ നിവാസി ശിവബാബയെ സ്പഷ്ടമായി കാണുന്നു. ഇപ്പോൾ എൻ്റെ ബുദ്ധിയോഗം സർവശക്തിവാൻ നിരാകാർ ശിവബാബയോട് ചേർത്തിരിക്കുന്നു. ഇതാണ് എൻ്റെ കൃത്യമായ ഓർമ്മ. ഞാൻ ദേഹി അഭിമാനിയായി, അശരീരിയായി വിദേഹി ബാബയെ ഓർമ്മിക്കുന്നു. സ്വച്ഛ മനസ്സോടെ ശുദ്ധ ബുദ്ധിയോടെ സർവസംബന്ധങ്ങളും മറന്ന് ഞാൻ ശിവബാബയെ ഓർമ്മിച്ച് വികർമ്മം വിനാശമാക്കുന്നു. ഞാൻ നിരന്തരം ദേഹി അഭിമാനിയായി ബാബയുടെ ഓർമ്മയുടെ അഭ്യാസം ചെയ്യുന്നു. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും സദാ ദേഹി അഭിമാനിയായിരിക്കുന്ന അഭ്യാസം ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഉന്നതി ഉണ്ടാകും. ഞാൻ ബാബയെ പൂർണ്ണമായും മനസ്സിലാക്കി ആക്യുറേറ്റായ ഓർമ്മയിലിരിക്കുന്നു. അതിസൂക്ഷ്മ ബിന്ദുവായ
ബാബയെ ഞാൻ കൃത്യമായി ഓർമ്മിക്കുന്നു. ബാബ വന്ന് തന്റെ പരിചയം നൽകുന്നു. അവരാണ് പരമധാമത്തിലിരിക്കുന്ന പരംപിത പരമാത്മാ. ഞാനും പരമധാമ നിവാസിയാണ്. ബാബ വീണ്ടും വന്ന് ഞാൻ ആത്മാവിനെ കണ്ടുമുട്ടുന്നു. എന്നോട് പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ബാബ നിരാകാരിയാണ്. ഞാൻ ആത്മാവും നിരാകാരിയാണ്. ബാബ ജ്ഞാനത്തിന്റെ സാഗരമാണ്, സുഖസാഗരമാണ്, പവിത്രതയുടെ സാഗരമാണ്, പതിത പാവനനാണ്. ബാബ വന്ന് എനിക്ക് സമ്പത്ത് നൽകുന്നു. അഖണ്ഡ ജ്യോതിയായി ബാബയെ ഓർമ്മിക്കുന്നത് തെറ്റാണ്. ഞാൻ ജ്യോതി ബിന്ദുവായി ബിന്ദു ബാബയെ കൃത്യമായി ഓർമ്മിക്കുന്നു. അതിനായി ആദ്യം ഞാൻ ബാബയെ കൃത്യമായി അറിയണം. ഞാൻ ആത്മാ ബാബയോട് പറയുന്നു, ബാബ എന്നെ പാവനമാക്കൂ, ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കൂ. ഞാൻ സ്വദർശന ചക്രധാരിയായി ഇരിക്കുന്നു. പൂർവനിശ്ചിതമായ ഈ നാടകം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ബാബയും ഡ്രാമയുടെ ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ബാബയ്ക്ക് പതിതരെ പാവനമാക്കി മാറ്റാൻ വരേണ്ടി വന്നു. ഞാൻ ശിവബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കാൻ ബുദ്ധിയിൽ കെട്ടിട്ട് വെക്കുന്നു. കേവലം ഓർമ്മിച്ച് എന്റെ തോണി അക്കരയെത്തും. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. ബാബ തന്നിരിക്കുന്ന വരദാനമാണ് സർവരുടെയും മനസ്സിലെ രഹസ്യത്തെ അറിഞ്ഞ് എല്ലാവരെയും അനുനയിപ്പിക്കുന്ന വിജയി ആകുന്നു. മനസ്സിലെ രഹസ്യത്തെ അറിയുന്നതിനു വേണ്ടി അന്തർമുഖത വേണം. അപ്പോൾ ഓരോരുത്തരുടെയും മനസ്സിലെ രഹസ്യത്തെ അറിഞ്ഞ് അവരെ അനുനയിപ്പിക്കുവാൻ കഴിയുന്നു. അനുനയിപ്പിക്കുന്നവർ തന്നെയാണ് വിജയിയാകുന്നത്. വൈരാഗ്യം അങ്ങനെയുള്ള യോഗ്യമായ ഭൂമിയാണ്. അതിൽ എന്ത് തന്നെ വിത്തിട്ടാലും അത് അവശ്യം ഫലദായകമാകും. ഓം ശാന്തി.